ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ രാജ്ഭവനിലെ ജീവനക്കാർക്കെതിരെ ആരോപണവുമായി പരാതിക്കാരി. രാജ്ഭവനിലെ 3 ജീവനക്കാർ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. ഫോൺ തട്ടിയെടുത്ത് മുറിയിൽ പൂട്ടിയിട്ടു എന്നും പരാതി നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുവെന്നുമാണ് ആരോപണം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് പരാതിക്കാരി പുതുതായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? വേണു, ഗവർണർ സി.വി. ആനന്ദബോസിനെ കൂടാതെ രാജ്ഭവനിലെ ജീവനക്കാർക്കെതിരെയും ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഈ യുവതിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. യുവതി നൽകിയ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യം, ഒന്ന്, ഗവർണറുടെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള മുൻ IAS ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം തന്നെ രാജ്ഭവനിലെ പ്യൂണ്, കൂടാതെ രാജ്ഭവനിലെ മറ്റൊരു ജീവനക്കാരനും ഇത്തരത്തിൽ തന്നെ കയ്യേറ്റം ചെയ്തതാണ് പ്രധാനമായും പരാതിയിൽ പറയുന്നത്. ഒരു മുറിയിൽ തന്നെ പൂട്ടിയിട്ടു, അതിനുശേഷം ഫോൺ തട്ടിയെടുക്കുകയും ബാഗ് തട്ടിയെടുക്കുകയും ചെയ്തു. പരാതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പിന്നീട് അവിടെ വെച്ച് താൻ ഈ മുറിയിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് തന്റെ ബാഗ് ഈ ജീവനക്കാരൻ തട്ടിയെടുത്തത്. അതിനുശേഷം നിലവിളിച്ചതിനെ തുടർന്നാണ് അവിടെ നിന്ന് പിന്നീട് പുറത്തിറങ്ങാൻ സാധിച്ചതാണ് ഈ യുവതി എന്തായാലും ഇപ്പോൾ ഈ പരാതിയിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുന്നുണ്ട്. മാത്രമല്ല, ജീവനക്കാർ ഇതുവരെ ചോദ്യം ചെയ്യലിൽ ഹാജരായിട്ടില്ല. അതേസമയം തന്നെ ജീവനക്കാർക്ക് വീണ്ടും നോട്ടീസ് നൽകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഗവർണർക്ക് ഇത്തരത്തിലൊരു പരിരക്ഷ ഉണ്ടെങ്കിൽ പോലും ജീവനക്കാരെ ഏത് വിധത്തിലും ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന നിലപാട് പോലീസ് ആവർത്തിക്കുന്നു. അതേസമയം തന്നെ വീണ്ടും ഒരു നോട്ടീസ് നൽകാൻ ഒരു തീരുമാനമാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം രാജ്ഭവനിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെ യുവതി നൽകിയിരിക്കുന്നത്. വേണു, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.